പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ഒരു കാറയില് ഒരു ബോർഡ് പ്രദർശിപ്പിക്കുക, ഒരു ചുവന്ന ബോർഡ് പ്രദർശിപ്പിക്കുക, അല്ല അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് വെക്കുക. ഒരാള് മന്ത്രിയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. ഇയാൾ നീ ബോർഡ് വെച്ചിട്ട് വേണോ ഇയാൾക്ക് കൂടുതൽ ബഹുമാനം കിട്ടാൻ? തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇപ്പൊ ഒരു മന്ത്രി കേരളത്തിൽ കൂടെ ഒരു ട്രെയിനിൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ യാത്ര ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ആരും പിടിച്ചോണ്ട് പോകാൻ പോകുന്നില്ല അയാളെ. അങ്ങനെ നടക്കുമ്പോഴല്ലേ അയാളുടെ മഹത്വം കൂടുക. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മള് വലിയ ഒരാളാണെങ്കിൽ ആ വലിപ്പ ആളുകൾക്ക് അറിയാമല്ലോ. നമ്മളെ തന്നെ എന്തിനാ ഇങ്ങനെ ഷോക്കേസ് ചെയ്യുന്നതെന്നല്ലേ? ഷോക്കേസ് ചെയ്യുക, അതിനുവേണ്ടി വാശി പിടിക്കുക, അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് ഞാൻ രാഷ്ട്രീയക്കാരെ മാത്രമല്ല പറഞ്ഞ, സാഹിത്യകാരന്മാരുണ്ട്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ ഈ ആദരവ് ഇപ്പൊ ഒരു നല്ലൊരു ഉദാത്തമായ ജീവിത വീക്ഷണമൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു സാഹിത്യകാരനെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ഈ ചുവന്ന ബോർഡ് വെച്ച കാറുമായിട്ടാണ് ഓടുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അല്ലെങ്കിൽ ഒരു 50 രൂപയുടെ ടിഐക്ക് വേണ്ടി വഴക്കുണ്ടാക്കും. എനിക്ക് ഈ ചില ഇതിന്റെ ചില അകത്തളങ്ങളിൽ ചില പരിചയം ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കൊള്ളാം. മാറ്റണ്ട. അപ്പം വലിയ കവികള് അവരൊക്കെ രാഷ്ട്രീയക്കാരെ പുകഴ്ത്തുന്ന ആളുകളായി പെട്ടെന്ന് മാറുന്നത് എന്തുകൊണ്ടാ? അവിടെ ഒരു പദവി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കാണുകയാണ്. അപ്പൊ ഇവരുടെ സാഹിത്യത്തിലൂടെ നമ്മൾ കണ്ടത് ഇവരുടെ ഉദാത്തമായ ജീവിത വീക്ഷണമൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അതൊന്നും അല്ല. അപ്പൊ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഇന്നൊരു +2 കാരനുണ്ടാകാവുന്ന കൗതുകങ്ങളൊന്നും അല്ല അന്ന് നമുക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കൗതുകമോ ഒരു +2 കാരന് തോന്നേണ്ടതായിട്ടുള്ളതൊന്നും അങ്ങനത്തെ ഒന്നും ഇപ്പൊ ലൈഫിൽ അപ്പം സന്തോഷം എൻജോയ് ചെയ്തിട്ടില്ലേ? ഇല്ലായിരിക്കാം. അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഇല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പൊ നിങ്ങളുടെ വീട് ഒരു ഫ്ലാറ്റിന്റെ 10ാം നിലയിലാണെങ്കിൽ നിങ്ങൾ ലിഫ്റ്റേ കയറി 10ാം നിലയിലേക്ക് നേരെ പോകുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് 5, 6, 7 നില മിസ്സായെന്നല്ലോ. നിങ്ങൾക്ക് അവിടെ ഒന്നും താല്പര്യമില്ലല്ലോ. കണ്ടുപിടിക്കുന്നതൊക്കെ ഒരുപാട് ബുദ്ധി വേണം മോനെ ഇതെല്ലാം കണ്ടുപിടിക്കാൻ. പല തട്ടുകളായുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഭരണ സംവിധാനവും വകുപ്പുകളും ഒക്കെ ആയിട്ട് ഒരു 10-70 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ മുഴുവൻ കോംപ്ലക്സ് ആക്കി വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? നേരെ ചൊവ്വേ ഒരു കാര്യം പെട്ടെന്നൊന്നും നടക്കില്ലാത്ത രീതിയിലേക്ക് മാറ്റി. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഇപ്പം ഞാൻ വലിയ മികവാർന്നൊരു ഭരണാധികാരിയൊന്നും ആവുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും മിടുക്കനായ ഒരാൾ വന്നാലും ആദ്യം കേരളം നന്നാവണമെങ്കിൽ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ പൊളിച്ചെഴുതണം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.